ഡെസ്ക്ടോപ്പിൽ കാണുന്ന സിസ്മേറ്റ് എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്ത ഉടനെ തന്നെ നമുക്കൊരു യൂസർ നെയിം പാസ്വേഡ് നമുക്ക് ഇൻപുട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനകത്തേക്ക് ഡിഫോൾട്ടായിട്ടുള്ള യൂസർ നെയിം അഡ്മിൻ എന്നും പാസ്വേഡ് എന്നുമാണ്. ഇതാണ് മെയിനായിട്ടുള്ള നമ്മുടെ ഇൻ്റർഫേസ്. ഇവിടെ ആയിട്ട് നമുക്ക് റൈറ്റ് ക്ലിക്കിൽ നമുക്ക് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. അതുപോലെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് കുറേ മെനൂസ് ഉണ്ടാവും. ഇതിനകത്ത് നമ്മുടെ ഏത് കമ്പനിയാണോ നമുക്കിപ്പോൾ നിലവിൽ ലോഡ് ചെയ്ത് നിൽക്കുന്നത് ആ കമ്പനിയായിരിക്കും നമ്മുടെ ടോപ്പിലായിട്ട് കാണുന്നത്. ഏറ്റവും താഴെ ഈ ഭാഗത്തായിട്ട് കാണുന്നതായിരിക്കും ഏത് കമ്പനിയാണോ നമുക്ക് ലോഡ് ചെയ്ത് നിൽക്കുന്നത്, ഏത് സെക്ഷനാണല്ലോ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്, ഏത് ഫിനാൻഷ്യൽ ഇയറിലാണോ നമ്മൾ ലോഗ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഡീറ്റെയിൽസ് ഏറ്റവും താഴത്തെ സ്റ്റാറ്റസ് ബാറിൽ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇവിടെയായിട്ട് ഇതിൽ കാണുന്നത് നമുക്ക് നിലവിൽ ഔട്ട്ഡേറ്റഡ്, അതായത് നമുക്ക് ROL റീഓർഡർ ലെവലിൽ താഴെ പിരിക്കുന്ന എല്ലാ ഐറ്റംസും നമുക്കിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് 1 by 1 ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഏറ്റവും ആദ്യം നമുക്ക് സിസ്റ്റം, നമ്മളിപ്പോൾ ഒരു സാമ്പിൾ കമ്പനിയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കതെങ്ങനെ എഡിറ്റ് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണമെന്ന് ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കമ്പനി ഇൻഫോയിൽ വന്നിട്ട് നമുക്കിവിടെ സാമ്പിൾ കമ്പനി എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അഡ്രസ് ടു നമ്മുടെ ഫോൺ നമ്പേഴ്സ്, അത് പിന്നെ മൊബൈൽ നമ്പേഴ്സ്, നമ്മുടെ ഇമെയിൽ ID, അതുപോലെ വെബ്സൈറ്റ്, നമ്മുടെ GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, പാൻ നമ്പർ ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും രജിസ്ട്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, സപ്പോസ് ഫുഡ് രജിസ്ട്രേഷൻ, ഡ്രഗ്സ് രജിസ്ട്രേഷൻ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയായിട്ട് കൊടുക്കാൻ പറ്റും. ശേഷം നമുക്ക് ഏറ്റവും താഴെയായിട്ട് നമുക്ക് കാണാം, നമുക്ക് ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഇവിടെയായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് എന്തെങ്കിലും നമ്മുടെ ലോഗോസ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അപ്ലോഡ് ലോഗോ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ലോഗോ അപ്ലോഡ് ചെയ്ത് ഇടാവുന്നതാണ്. ശേഷം നമുക്ക് അപ്ഡേറ്റ് കമ്പനി ഡീറ്റെയിൽസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കമ്പനി അപ്ഡേറ്റഡ് ആയിരിക്കും. അതുപോലെ നമുക്ക് ഫിനാൻഷ്യൽ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ഫിനാൻഷ്യൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതായത് ഫിനാൻഷ്യൽ ലോഗിൻ ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് ഡേറ്റ എടുക്കാവുന്നതാണ്. നമുക്ക് മാസ്റ്റേഴ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അക്കൗണ്ട് ഗ്രൂപ്പ്സ്, കസ്റ്റമർ ഡീറ്റെയിൽസ്, കസ്റ്റമർ സപ്ലയർ ഡീറ്റെയിൽസ്, കസ്റ്റമർ മാസ്റ്റർ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. നമുക്കിവിടെ ആദ്യം തന്നെ നമുക്ക് ഐറ്റം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യാം. ഐറ്റം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഐറ്റം മാസ്റ്റർ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഐറ്റം മാസ്റ്റർ നമുക്കിവിടെ കിട്ടും. അതിനകത്ത് ഏറ്റവും ടോപ്പിലായിട്ട് കാണുന്നത് നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഐറ്റം ആയിരിക്കും നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് കാണുക. അത് ഐറ്റവും അതിൻ്റെ കോഡും ആയിരിക്കും നമുക്കിവിടെ കാണാൻ പറ്റുക. ഈ കോഡ് എന്നുള്ളിടത്ത് നമുക്ക് പുതിയൊരു കോഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഐറ്റം എന്നുള്ളിടത്ത് പുതിയൊരു ഐറ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പ്രിൻ്റ് നെയിം എന്നുള്ളിടത്ത് ആ ഐറ്റത്തിൻ്റെ പേര് എങ്ങനെയാണോ നമുക്ക് പ്രിൻ്റിൽ അല്ലെങ്കിൽ കസ്റ്റമർക്ക് കൊടുക്കുന്ന എങ്ങനെയാണോ ആ രീതിയിലേക്ക് നമുക്ക് കൊടുക്കാം. ചേഞ്ചസ് ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് എൻ്റർ അടിച്ചാൽ മതിയാവും. അതുപോലെ തന്നെ നമുക്ക് ഓരോ ഗ്രൂപ്പ്, ഐറ്റത്തിന് ഓരോ ഗ്രൂപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിന് നമുക്ക് ഓരോ ഗ്രൂപ്പിൽ നമുക്കിവിടെ നോർമലായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് കുറേ ഗ്രൂപ്പ്സ് ഉണ്ടാവും. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനാണ് ഇൻസേർട്ട് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് സേവ് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ സബ് ഗ്രൂപ്പും ബ്രാൻഡും നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് വാറ്റ് ഗ്രൂപ്പ്, നോർമലി നമുക്ക് ഇന്ത്യയിലെ നിലവിലുള്ള എല്ലാ ഗ്രൂപ്പുകളും നമ്മളിവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനകത്തുനിന്ന് നമുക്ക് ഏത് ഗ്രൂപ്പിലാണോ ഐറ്റം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലേക്ക് നമുക്കിത് സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം നമ്മുടെ പർച്ചേസ് റേറ്റ് നമുക്ക് എൻ്റർ ചെയ്യാം. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പർച്ചേസ് എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ റേറ്റ് ചേഞ്ച് ആവുന്നതായിരിക്കും. ഓരോ പ്രാവശ്യത്തെ പർച്ചേസിനനുസരിച്ച് നമ്മുടെ റേറ്റ് അപ്ഡേറ്റഡ് ആയിരിക്കും. ശേഷം നമ്മുടെ ലാൻഡിങ് റേറ്റ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ MRP റേറ്റ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഹോൾസെയിൽ റേറ്റ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. റീറ്റെയിൽ റേറ്റും അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ബിൽ റേറ്റ്,
ROL, അത് റീ ഓർഡർ ലെവലാണ്. നമ്മുടെ ഷോപ്പിൽ എത്ര പീസാണോ നമുക്ക് ആവശ്യമായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പീസുകളാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഇതിന് ശേഷം ഗുഡ്സ് ആണോ സർവീസ് ആണോ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏത് യൂണിറ്റിലാണ് ഐറ്റം മെഷർ ചെയ്യപ്പെടുക ആ യൂണിറ്റ് നമ്മളിവിടെ കൊടുക്കുക. മൾട്ടിപ്പിൾ യൂണിറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. കാറ്റഗറി ഇല്ലാത്തതുകൊണ്ടാണ് സേവ് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഐറ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഐറ്റത്തിൻ്റെ കോഡ് എന്ന് പറയുന്നത് 2566 എന്നാണ്. ഇതിൻ്റെ ഐറ്റത്തിൻ്റെ പേര് ന്യൂ ഐറ്റം എന്നാണ്. നമുക്ക് നേരെ ഇനി അടുത്തത് നമുക്ക് പർച്ചേസിലേക്ക് വരാം. പർച്ചേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സപ്ലയറെ കാണാൻ പറ്റുന്നതാണ്. നമുക്ക് പുതിയൊരു സപ്ലയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് പുതിയൊരു സപ്ലയറിനെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സപ്ലയറിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എടുത്തിട്ട് അത് എന്ത് ടൈപ്പ് പർച്ചേസ് ആണ്, അതായത് വിത്തിൻ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ലോക്കൽ പർച്ചേസും അതർ ദാൻ ദ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻ്റർ സ്റ്റേറ്റ് പർച്ചേസും ആയിരിക്കും. ഇനി നമ്മൾ രജിസ്ട്രേഷൻ ഒന്നുമില്ലാത്തൊരു പാർട്ടിയുടെ അടുത്തു നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തതെങ്കിൽ അത് അൺരജിസ്റ്റേർഡ് ഡീലർ പർച്ചേസ് എന്നായിരിക്കും. ശേഷം നമുക്ക് ഏത് ഷോപ്പിലേക്കാണ് അല്ലെങ്കിൽ ഏത് ഗോഡൗണിലേക്കാണ് അല്ലെങ്കിൽ എങ്ങോട്ടേക്കാണ് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ കൊണ്ടുവരുന്നത് ആ ഡീറ്റെയിൽസ് നമുക്കിവിടെ കൊടുക്കാം. പാർട്ടി തന്നിരിക്കുന്ന ഇൻവോയ്സ് നമ്പർ എത്രയാണോ ആ നമ്പരും കൂടെ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. പിന്നെ പർച്ചേസ് റേറ്റും ഇൻവേർഡ് ഡേറ്റും നമ്മളിവിടെ കൊടുക്കാം. ശേഷം നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത ഐറ്റം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ന്യൂ ഐറ്റം 2566 എന്ന് പറയുന്ന ഐറ്റം നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ ജസ്റ്റ് എൻ്റർ ചെയ്യും. നമുക്കിവിടെ തന്നെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റും എത്ര സ്റ്റോക്ക് ഉണ്ട്, എത്ര പർച്ചേസ് റേറ്റ് ഉണ്ട്, എത്രയാണ് അതിൻ്റെ സെയിൽ റേറ്റ്. സപ്പോസ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 2 ഐറ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ റേറ്റ് കൊടുക്കാം. മേ ബി 50 റുപ്പീസിന് വാങ്ങിയതാണെങ്കിൽ നമുക്ക് ടോട്ടലായിട്ടുള്ള എമൗണ്ട് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഡിസ്കൗണ്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ശേഷം നമുക്കിവിടെ സെയിൽ റേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാം. 50 റുപ്പീസ് കിട്ടിയതായതുകൊണ്ട് നമ്മളൊരു 75 റുപ്പീസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു 100 റുപ്പീസിന് MRP ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ടോട്ടലായിട്ടുള്ള എമൗണ്ട് നമുക്ക് ഇവിടെയായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് മറ്റെന്തെങ്കിലും ചിലവുകളല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എക്സ്പെൻസസ് ഇതിനകത്ത് ഇൻകേർഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എക്സ്പെൻസസ് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. സപ്പോസ് നമ്മൾ ആ എമൗണ്ട് ഫുള്ളായിട്ട് പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പെയ്ഡ് എമൗണ്ടും നമുക്കിവിടെയായിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി സെസ് അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും എക്സ്ട്രാസ് അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഡീറ്റെയിൽസ് നമുക്ക് സെസ് എന്ന് പറയുന്നതിനകത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് സേവ് ചെയ്യാം. നമുക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഇന്നത്തെ ദിവസത്തെ മൊത്തം ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുക. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് വരുന്നതായിരിക്കും. നമുക്ക് മറ്റൊരു ഡേറ്റിലേയും കൂടെ സെർച്ച് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ് മാത്രം സ്പെസിഫൈ ചെയ്തിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതിയാവും. നമുക്ക് ഫുള്ളായിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് നേരെ കിട്ടുന്നതായിരിക്കും. നമ്മൾ പുതിയൊരു ന്യൂ ഐറ്റം നമുക്കിപ്പോൾ കാണാൻ പറ്റും. ആ ഐറ്റം 2 സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. അതിൻ്റെ പർച്ചേസ് റേറ്റ് എന്ന് പറഞ്ഞാൽ 50 ആയിരുന്നു. നമ്മുടെ സെയിൽ റേറ്റ് 75 ആയിരുന്നു. ഏർലിയർ ഇത് രണ്ടും 0 ആയിരുന്നു. ഇത് രണ്ടും ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് വന്ന പർച്ചേസിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് സെയിൽസ് ഇൻവോയ്സ് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ട്രാൻസാക്ഷനകത്തു നിന്ന് നമുക്ക് സെയിൽസ് ഇൻവോയ്സ് എടുക്കാവുന്നതാണ്. സെയിൽസ് ഇൻവോയ്സ് എടുക്കുമ്പോൾ നമുക്ക് ഏത് ക്യാഷ് സെയിലായിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കുക. അപ്പോൾ ക്യാഷ് സെയിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. ക്യാഷ് സെയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് B2B അല്ല B2C വരും. നമുക്കിവിടെ നിന്ന് ഏത് ടൈപ്പാണ് B2C, ബിസിനസ് ടു ബിസിനസ്, ബിസിനസ് ടു കസ്റ്റമേഴ്സ്, പിന്നെ കോമ്പൗണ്ടിങ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. കോമ്പൗണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ ഈ താഴത്തെ CC എന്ന് പറയുന്നത് മാത്രം സെലക്ട് ചെയ്തിട്ട്, B2C ആണെന്നുണ്ടെങ്കിൽ B2C ആണ്. നമുക്കല്ലെന്നുണ്ടെങ്കിൽ പാർട്ടീനെ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ പാർട്ടിയുടെ ബാലൻസും കാര്യങ്ങളെല്ലാം നമുക്കും അഡ്രസ്സ്, പാർട്ടിയുടെ ബാലൻസ് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാൻ പറ്റുന്ന അവരുടെ കറണ്ടായിട്ട് നിൽക്കുന്ന ബാലൻസ് ഉൾപ്പെടെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതായിരിക്കും.
നമുക്ക് അവിടെ നിന്ന് റേറ്റ്, ഏത് ടൈപ്പിലുള്ള റേറ്റ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റേറ്റ് നമുക്കിവിടെ സ്പെസിഫൈ ചെയ്യാവുന്നതാണ്. നമുക്കിപ്പം അടിച്ച ഐറ്റം തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം. ന്യൂ ഐറ്റം. ഇവിടെ നമുക്ക് സെയിൽ റേറ്റ് നമുക്കിവിടെ മാറിയതായിട്ട് കാണാൻ പറ്റും. 96 വരുന്നത്. അത് എക്സ്ക്ലൂസീവ് ആയതുകൊണ്ടാണ് നമുക്കിവിടെ നിന്ന് എക്സ്ക്ലൂസീവ് ആയതുകൊണ്ടാണ് നമുക്കിവിടെ നിന്ന് ടാക്സ് പ്ലസ് ടാക്സ് വരുന്നതുകൊണ്ടാണ് 96 കാണിക്കുന്നത്. സെയിൽ റേറ്റ് ശേഷം നമ്മൾ ഇവിടെ സേവ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ സേവ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. കൺഫേം ചെയ്യാം. പ്രിൻ്റ് ബില്ല് നമുക്കിവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ A4 സൈസിലുള്ള പ്രിൻറ്റിൻ്റെ ബില്ലാണിത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് ഈ ഫോമാറ്റ്. ഇത് എക്സൽ ഫോമാറ്റിലേക്ക് വരുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും മെയിൽ ചെയ്യാനായിട്ടോ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഫോമാറ്റ്. നമ്മുടെ GST നമ്പർ, പാൻ നമ്പർ ഡീറ്റെയിൽസ്, ഇൻവോയ്സ് നമ്പർ, ഏത് പാർട്ടിക്കാണോ നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ്, നമ്മുടെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് എല്ലാം കൂടെ നമുക്ക് ഇവിടെയായിട്ട് കാണാൻ പറ്റും. ജസ്റ്റ് നമ്മൾ ക്രോസ് പ്രിൻറ്റ് പ്രിവ്യൂ കൊടുത്താൽ മതിയാവും. നമുക്ക് ബില്ല് കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സെർച്ച് ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്കിവിടെ ഈ ഓപ്ഷനിൽ നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. മറ്റൊരു ബില്ല് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ബിൽ നമ്പർ മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അന്നേരം തന്നെ ആ ബില്ല് കിട്ടുന്നതായിരിക്കും. പർച്ചേസ് റിപ്പോർട്ട്സ്, ബാക്കിയുള്ള എല്ലാവിധ റിപ്പോർട്ട്സുകളും നമുക്ക് ഇവിടെയായിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ നമുക്ക് സെയിൽസ് റിപ്പോർട്ട്, പ്രോഫിറ്റ് റിപ്പോർട്ട്, ഏജിങ് റിപ്പോർട്ട് നമ്മുടെ കമ്പനിയുടെ ഏജിങ് റിപ്പോർട്ടാണിത്. നമുക്ക് ടോട്ടലായിട്ട് നമുക്ക് 30 ദിവസത്തിനുള്ളിൽ കിട്ടാനുള്ള എമൗണ്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അതുപോലെ തന്നെ നമുക്ക് 30-നും 60-നും ഇടയ്ക്ക് കിട്ടുന്ന എമൗണ്ടാണിത്. നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് നിൽക്കുന്നത് എബോവ് 91 ഡേയ്സിന് എബോവ് ഉള്ള നിൽക്കുന്ന ടോട്ടലായിട്ടുള്ള എമൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് കിട്ടുന്നതായിരിക്കും. ഓരോ പാർട്ടിയും നമുക്ക് എത്ര എമൗണ്ട് വീതമാണ് ഇന്ന ദിവസങ്ങളിൽ കിട്ടാനുള്ളത് എന്നുള്ളതാണ് ഈ ഏജിങ് റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡ്യൂ ബിൽസ്, അതുപോലെ തന്നെ ഡ്യൂ ബിൽസ് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതും നമുക്ക് വിവിധ റിപ്പോർട്ട്സുകളും നമുക്ക് എക്സൽ ഫോമാറ്റിലേക്കാണ് കിട്ടുന്നത്. ഏത് ബിൽ നമ്പറാണ്, ആ ബിൽ നമ്പറിൽ എത്ര ദിവസമാണ്, ആ ബിൽ നമ്പർ ആരാണ് സെയിൽ ചെയ്തത്, അതിൻ്റെ റെഫറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എത്ര ദിവസമായിട്ടാണ്, ബാലൻസ് എത്ര രൂപ നമുക്ക് കിട്ടാനുണ്ട് എന്നുള്ള റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ കിട്ടുന്നതായിരിക്കും. GST റിപ്പോർട്ടിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് GSTR റിപ്പോർട്ട് 1 നമുക്ക് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡേറ്റ് മാത്രം കൊടുക്കുക. ഇതിപ്പോൾ 10-ാം മാസത്തെ നമ്മൾ റിപ്പോർട്ട് എടുക്കുന്നതാണ്. ജസ്റ്റ് നമ്മൾ ഓക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം.
റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. നമുക്കൊരു ഫുള്ളായിട്ടുള്ള എക്സൽ ഫോർമാറ്റിലേക്ക് നമുക്ക് ഈ റിപ്പോർട്ട് കിട്ടുന്നതായിരിക്കും. നമ്മുടെ GST റിപ്പോർട്ട്സുകൾ ആയതാണ്. ഓരോ ഇൻവോയ്സ് നമ്പർ, ടോട്ടൽ നമ്പർ ഓഫ് ഇൻവോയ്സിൻ്റെ വാല്യൂ, ടോട്ടൽ വാല്യൂ. നമ്മൾക്ക് സൈറ്റിലേക്ക് നമ്മുടെ GST ഓഫ്ലൈൻ ടൂളിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്ന രീതിയിലാണ് നമുക്കിത് കിട്ടുന്നത്. B2B HSN കോഡ്, ഇൻവോയ്സ് വിത്തൗട്ട് HSN കോഡ്, ക്രെഡിറ്റ് നോട്ട്, അതുപോലെ തന്നെ സെയിൽസ് ലോക്കൽ, സെയിൽസ് ഇൻട്രസ്റ്റേറ്റ്, പർച്ചേസ് ഇൻട്രസ്റ്റേറ്റ്, പർച്ചേസ് അൺരജിസ്റ്റേർഡ്, HSN വൈസ് പർച്ചേസ് റിപ്പോർട്ട്, പർച്ചേസ് വിത്തൗട്ട് HSN കോഡ്. HSN കോഡ് ഇല്ലാണ്ട് പർച്ചേസ് ചെയ്ത ഐറ്റംസ് ഡീറ്റെയിൽസ് ആണ് ഇത്രയും വരിക. ഇത്രയും നമ്മുടെ GSTR റിപ്പോർട്ട് വരിക. അതുപോലെ സെയിൽസ് സമ്മറി നമുക്കിവിടെ കിട്ടും. GST കമ്പ്യൂട്ടേഷൻ നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. നമ്മുടെ ഏത് പീരീഡാണെന്ന് വെച്ചാൽ ആ പീരീഡ് മാത്രം സെലക്ട് ചെയ്യുക. നമുക്ക് ആ പീരീഡിൽ ഉള്ളൊരു റിപ്പോർട്ട് നമുക്കൊരു ഏകദേശ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. നമ്മുടെ സെയിൽസ് വൈസ് പെർസെൻറ്റേജ് വൈസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ പർച്ചേസ് വൈസ് നമുക്ക് പെർസെൻറ്റേജ് വൈസ് ഇവിടെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ടാക്സും ടോട്ടൽ നെറ്റ് പേയബിൾ എമൗണ്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ എമൗണ്ട് ഇവിടെ കാണാവുന്നതായിരിക്കും. അക്കൗണ്ട്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ അക്കൗണ്ട്സും ഉണ്ടാവും. ക്യാഷ് വൗച്ചർ, നമുക്കൊരു ക്യാഷ് വൗച്ചർ പേയ്മെൻറ്റ് എങ്ങനെ ചെയ്യുന്നതൊക്കെ നമുക്ക് പേയ്മെൻ്റ് ആണെങ്കിൽ പേയ്മെൻറ്റ്, റെസിപ്റ്റ് ആണെങ്കിൽ റെസിപ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. ശേഷം ഏത് പാർട്ടിയുടെ അടുത്ത് നിന്നാണോ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് എമൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്ര എമൗണ്ട് ഒരു ദിവസത്തെ പേയ്മെൻറ്റ്സ് എത്രയാണോ കിട്ടുന്നത്, പേയ്മെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ്സ്, റെസിപ്റ്റ്സ് ആണെങ്കിൽ റെസിപ്റ്റ്സ് നമുക്കിവിടെ ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുത്ത് നമ്മൾ സേവ് ചെയ്താൽ മതിയാവും. നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് നമ്മളവിടെ സെർച്ച് ചെയ്ത പോലെ തന്നെ നമുക്ക് പീരീഡ് മാത്രം കൊടുത്ത് സെർച്ച് ചെയ്താൽ മതിയാവും. മറ്റെല്ലാ റിപ്പോർട്ട്സുകളും നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഡേ ബുക്ക് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡേ ബുക്കാണിത്. അതുപോലെ തന്നെ നമ്മുടെ ലെഡ്ജേഴ്സ് നമുക്ക് ഏറ്റവും എളുപ്പത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഏറ്റവും എളുപ്പത്തിൽ പാർട്ടിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ട് തന്നെ നമുക്ക് പാർട്ടിയുടെ നിലവിൽ നിൽക്കുന്ന ബാലൻസ് അന്നേരം തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും. സെലക്ട് ചെയ്യുന്ന മൊമെൻറ്റിൽ തന്നെ നമുക്ക് പാർട്ടിയുടെ ബാലൻസ് എത്രയാണെന്ന് നമുക്കറിയാൻ പറ്റും. ഇവിടെ അക്കൗണ്ട്സ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് പീരീഡ് മാത്രം സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഷോ കൊടുക്കുക. അപ്പോൾ അവരുടെ ഓപ്പണിംഗ് ബാലൻസ് ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പ്രോഫിറ്റ് ലോസ്, ബാലൻസ് ഷീറ്റ് വരെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. സെയിൽസിൻ്റെ ഒരു ഹെൽപ്പ് നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. നമുക്ക് പാർട്ടി വൈസ് സെയിൽസ് നമ്മൾ പീരീഡ് മാത്രം കൊടുക്കുന്നുണ്ട്. നമുക്ക് പാർട്ടി ഏതെങ്കിലും ഒരു പാർട്ടി നമുക്ക് ഇപ്പം നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഹോട്ട്ലൈൻ എന്നുള്ളതാണെങ്കിൽ ഹോട്ട്ലൈൻ എന്ന് പറയുന്ന പാർട്ടി നമ്മുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്ന ഐറ്റംസിൻ്റെ ക്വാണ്ടിറ്റിയും ഏത് യൂണിറ്റിലാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് ഇവിടെ ആയിട്ട് സമ്മറിയിൽ കിട്ടുക. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. നമുക്ക് ഈ റിപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സലിലേക്ക് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതായിരിക്കും നമുക്ക് എക്സലിൽ കിട്ടുന്ന പ്രിൻറ്റ്.
നമുക്ക് ഐറ്റം വൈസ് ആണെന്നുണ്ടെങ്കിൽ ഐറ്റം വൈസ് നമുക്ക് ഇതിനകത്ത് നിന്ന് 12 മൊഡ്യൂൾ എന്ന് പറയുന്ന ഈ ഐറ്റം മാത്രം ആരൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. 12 മൊഡ്യൂൾ GI ബോക്സ്, അതുപോലെ തന്നെ 12 മൊഡ്യൂൾ പ്ലേറ്റ്. അതെ, 12 മൊഡ്യൂൾ പ്ലേറ്റ് 15 പീസാണ് നമുക്ക് ടോട്ടലായിട്ടുള്ള സെയിൽ കിട്ടിയേക്കുന്നത്. 15 പീസിൽ 10 പീസ് ഒരു പാർട്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തിട്ടുണ്ട്, സെയിൽ ചെയ്തിട്ടുണ്ട്. 4 ക്വാണ്ടിറ്റി സെയിലായിട്ടുണ്ട്. നമുക്കിവിടെ ഡീറ്റെയിൽഡായിട്ട് ഇന്ന ഒരു പീരീഡിൽ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു പീരീഡിലാണോ വെച്ച് കഴിഞ്ഞാൽ ആ പീരീഡിൽ നമുക്ക് ഐറ്റം വൈസ്, ഗ്രൂപ്പ് വൈസ്, സെയിൽസ്മാൻ വൈസ്, HSN കോഡ് വൈസ്, കാറ്റഗറി വൈസ്, ബ്രാൻഡ് വൈസ്, ഐറ്റം കോഡ് വൈസ് നമുക്ക് ആ ഓരോരോ ക്വാണ്ടിറ്റിയോ അല്ലെന്നുണ്ടെങ്കിൽ ഏതൊക്കെ കസ്റ്റമേഴ്സ് എടുത്തിട്ടുണ്ടെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ആയിട്ട് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ബ്രാൻഡ് വൈസ് ആണെന്നുണ്ടെങ്കിൽ HPL എന്ന് പറയുന്ന ബ്രാൻഡിൽ ഇപ്പോൾ ഏതൊക്കെ ഐറ്റംസാണ്, ഐറ്റംസൊക്കെ എത്ര ക്വാണ്ടിറ്റി വീതം നമുക്ക് സെയിലായിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസാണ് നമുക്ക് ഇവിടെയായിട്ട് കിട്ടുക. നമുക്കിവിടെയായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് കിട്ടുന്നുണ്ടാവും. ടോട്ടലായിട്ട് നമുക്ക് ഈ HPL എന്ന് പറയുന്ന ബ്രാൻഡ് നമുക്ക് വിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ മാർജിൻ എത്രയാണ്, എത്ര ക്വാണ്ടിറ്റി നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്, നമുക്ക് നെറ്റ് വാല്യൂ എത്രയായിരുന്നു, നമ്മുടെ ഗ്രാൻഡ് ടോട്ടൽ എത്രയായിരുന്നു, ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമുക്കിതിൻ്റെ പ്രിൻ്റ് എടുക്കാനായിട്ട് ജസ്റ്റ് പ്രിൻ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഉടനെ തന്നെ എക്സലിലേക്ക് നമുക്ക് ആ പ്രിൻ്റ് കിട്ടുന്നതായിരിക്കും. നമുക്ക് ആപ്ലിക്കേഷൻ ലോഗൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ലോഗൗട്ട് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബാക്കപ്പ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ബാക്കപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് ഇവിടെ ബാക്കപ്പ് എന്ന് പറയുന്ന ഇതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടാണോ ബാക്കപ്പ് ആവേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ലൊക്കേഷൻ കൊടുക്കാം. നമ്മൾ എപ്പോഴാണോ നമ്മളിത് സേവ് ചെയ്യുന്നത്, നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത് എപ്പോഴാണോ അപ്പോൾ നമുക്ക് ആ ഫോൾഡറുകളിലേക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഒരു ലേറ്റസ്റ്റ് ബാക്കപ്പ് നമുക്ക് അങ്ങോട്ടേക്ക് എടുക്കുന്നതായിരിക്കും. എപ്പോഴെങ്കിലും എന്തെങ്കിലും കാരണവശാൽ നമുക്ക് സിസ്റ്റം എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയാലും നമുക്കിത് റിക്കവർ ചെയ്യാൻ വേണ്ടിയുള്ള എളുപ്പമാർഗ്ഗത്തിനായിരിക്കും ഓട്ടോമാറ്റിക് ബാക്കപ്പാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്.